എല്ലാ മാന്യ ശ്രോതാക്കൾക്കും MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നുവോ അതാകണം നിങ്ങൾ. വർത്തമാനകാലത്ത് നാം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ അനുസ്മരിക്കുവാൻ ഒരു ദിനം. ആയുസ്സും വപുസും ലോക നന്മയ്ക്കു വേണ്ടി സമർപ്പിച്ച ആ മഹാന്റെ ജീവിതത്തിലെ സുപ്രധാന ഏടുകളിൽ ചിലത് മാത്രം ഓർമ്മിക്കുവാനും മനസ്സിലാക്കുവാനും കർമ്മപഥത്തിലെത്തിക്കുവാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. രാഷ്ട്രപിതാവിന്റെ 155-ാം ജന്മവാർഷിക ദിനമാണിന്ന്. പുറമെ ഒരു അധികാരത്തിന്റെയും പിന്തുണയില്ലാത്ത ജനങ്ങളുടെ നേതാവ്, സാങ്കേതിക തന്ത്രങ്ങളില്ലാതെ വിശ്വാസ്യമായ കേവല വ്യക്തിപ്രഭാവത്തിൽ ഊന്നിനിന്ന് വിജയം വരിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, അക്രമം ഉപേക്ഷിച്ച പോരാളി, നിശ്ചയദാർഢ്യവും അചഞ്ചല വിശ്വാസവുമുള്ള വിനീതനായ നേതാവ്, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി തന്റെ മുഴുവൻ ശക്തിയും സമർപ്പിച്ച വ്യക്തി. ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല. തന്റെ വിദ്യാർത്ഥികളോട് തികച്ചും നീതി പുലർത്തണമെങ്കിൽ ഓരോ അധ്യാപകനും തനിക്ക് കണ്ടെത്താവുന്ന വസ്തുക്കളിൽ നിന്നും പ്രാദേശിക പാഠങ്ങൾ തയ്യാറാക്കി തന്റെ ക്ലാസിന്റെ ആവശ്യമനുസരിച്ച് അവതരിപ്പിക്കണമെന്നാണ് അധ്യാപനത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ആദർശം. തെക്കൻ ഗുജറാത്തിലെ കത്തിയാറിലുള്ള ബനിയ കുടുംബത്തിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. തലമുറകളായി ഭരണരംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ് മുൻഗാമികൾ. പോർബന്തറിലെ ദിവാനായിരുന്നു കരംചന്ദ് ഗാന്ധി. 13-ാമത്തെ വയസ്സിൽ കസ്തൂർബയെ വിവാഹം ചെയ്ത ഗാന്ധിജി പിന്നീട് ബാലവിവാഹത്തെ ശക്തമായി എതിർത്തു. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് ഇവർ അദ്ദേഹത്തിന്റെ മക്കൾ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ഗാന്ധിയൻ ആദർശങ്ങൾ കുട്ടികൾക്ക് വഴികാട്ടട്ടെ. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് ഒക്ടോബർ 2. 2007 UNO ഈ ദിവസത്തെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങി അവിസ്മരണീയ സമരങ്ങളിലൂടെ അദ്ദേഹം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. 1948 ജനുവരി 30 രാവിലെ 3:30 ഡൽഹിയിലെ ബിർള മന്ദിറിൽ ഉറക്കമുണർന്ന ഗാന്ധിജിക്ക് അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. വൈകിട്ട് 5 മണിക്ക് പ്രാർത്ഥനായോഗം. സമയം തെറ്റിക്കുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല. കഷ്ടിച്ച് 200 മീറ്റർ ദൂരമേയുള്ളൂ പ്രാർത്ഥനാ മണ്ഡപത്തേക്ക്. മൈതാനത്തിന് കുറുകെ വേഗത്തിൽ നടന്നു. കൈകൂപ്പി നിന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു യുവാവ് മുന്നിലേക്ക് വന്നു. വണങ്ങാനെന്ന ഭാവത്തിൽ തല കുനിച്ചെത്തിയ അയാൾ മറച്ചു വെച്ചിരുന്ന കറുത്ത ഇറ്റാലിയൻ ബെറ്ററ പിസ്റ്റൾ പുറത്തെടുത്ത് ഗാന്ധിജിക്ക് നേരെ 3 തവണ വെടിയുതിർത്തു. ഹേ റാം! കൂപ്പുകൈകളോടെ മഹാത്മാവ് മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. കണ്ണടപ്പെട്ടിയും ജപമാലയും പുസ്തകങ്ങളും കോളാമ്പിയും ചിന്നി. ക്ലോക്കിൽ സമയം 5:17. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ദേവയാഗ.